നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കിയാൽ നടൻ മോഹൻലാലിന്റെ അമ്മ അന്തരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. നോക്കാം പ്രൈം ടൈം അപ്ഡേറ്റ്സ്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. സംസ്കാരം നാളെ. അന്തിമോപചാരം അർപ്പിച്ച സിനിമാ ലോകം. പുതുവത്സരത്തിൽ ബാറുകൾ രാത്രി 12 വരെ, സമയപരിധി നീട്ടി ഉത്തരവ്. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ശനിയാഴ്ച. മൊഴിയെടുത്തത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്. എസ്ഐടിക്ക് മുന്നിൽ ആരെയും പഴിചാരിയിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. പുതുവർഷ ആഘോഷത്തെ വരവേൽക്കാൻ കൂടുതൽ സർവീസുകളുമായി കൊച്ചി മെട്രോ. വാർത്തകൾ വിശദമായി. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി കൊച്ചിയിൽ അന്തരിച്ചു. എളമക്കരയിലെ വസതിയിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മയുടെ വിയോഗ വാർത്തയറിഞ്ഞ് സിനിമാ ലോകം കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അമ്മ ഇന്ന് ഉച്ചയോടെ എളമക്കരയിലെ വീട്ടിൽ വെച്ചാണ് അന്തരിച്ചത്. നാളെയാണ് സംസ്കാര കർമ്മങ്ങൾ. മരണ വാർത്തയറിഞ്ഞ് നടൻ മമ്മൂട്ടി, സുൽഫത്ത്, ദിലീപ്, ആന്റണി പെരുമ്പാവൂർ തുടങ്ങി നിരവധി പേർ വസതിയിലെത്തി അന്തിമ ഉപചാരം അർപ്പിച്ചു. ഏറെക്കാലമായി രോഗാവസ്ഥയിലായിരുന്ന അമ്മയെ ലാൽ അതീവ ശ്രദ്ധയോടെയാണ് പരിചരിച്ചിരുന്നത്. മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ബാറുകളുടെയും ബിയർ പാർലറുകളുടെയും പ്രവർത്തന സമയം നീട്ടി. നാളെ രാത്രി 12 മണി വരെ ഇവയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയതായി എക്സൈസ് വകുപ്പ് അറിയിച്ചു. നാളെ പുതുവർഷം പിറക്കാനിരിക്കെ വിനോദസഞ്ചാരികൾക്കും ആഘോഷ പ്രേമികൾക്കും വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ് എക്സൈസ് വകുപ്പ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ബാറുകൾക്കും ബിയർ പാർലറുകൾക്കും നാളെ രാത്രി 12 മണി വരെ പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകി. സാധാരണ പ്രവർത്തന സമയത്തിന് ശേഷവും ആഘോഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഇളവ്. കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ തിരക്ക് കണക്കിലെടുത്താണ് ഈ പ്രത്യേക ഉത്തരവ്. ആഘോഷവേളകളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസും എക്സൈസും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു ഉണർവ് നൽകുന്ന കാര്യം കൂടിയാണ് സർക്കാരിന്റെ ഈ ഒരു നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. SITക്ക് നൽകിയ മൊഴിയിൽ താൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ താൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് അറിയാവുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അപേക്ഷകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ദേവസ്വം വകുപ്പിന് ഇക്കാര്യത്തിൽ അറിവില്ലായിരുന്നുവെന്നും അദ്ദേഹം മൊഴി നൽകി. ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ലെന്നും ന്യായപരമായ തീരുമാനങ്ങൾ മാത്രമാണ് വകുപ്പ് എടുക്കാറുള്ളതെന്നും മന്ത്രി അറിയിച്ചു. അന്വേഷണ സംഘം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഉന്നതരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും. അതിരപ്പള്ളി ചാലക്കുടി പുഴയിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കുടുങ്ങിപ്പോയ വിനോദസഞ്ചാരികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. പെരിങ്ങൽകുത്ത് ഡാമിലെ ജലവൈദ്യുത ഉൽപാദനത്തിന് ശേഷം മുന്നറിയിപ്പില്ലാതെ കൂടുതൽ വെള്ളം പുഴയിലേക്ക് ഒഴുക്കിയതാണ് അപകടത്തിന് കാരണമായത്. അതിരപ്പള്ളി ചാലക്കുടി പുഴയിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട വിനോദസഞ്ചാരികളെ നാട്ടുകാർ സാഹസികമായി രക്ഷപ്പെടുത്തി. പെരിങ്ങൽകുത്ത് ഡാമിലെ വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം കൃത്യമായ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ പുഴയിലേക്ക് വൻതോതിൽ വെള്ളം ഒഴുക്കിവിട്ടതാണ് അപകടത്തിന് കാരണമായത്. പുഴയുടെ മധ്യഭാഗത്തെ പാറക്കെട്ടുകളിൽ കുടുങ്ങിപ്പോയ സഞ്ചാരികളെ അതിവേഗം സംഘടിച്ച നാട്ടുകാർ സുരക്ഷിതമായി കരക്കെത്തിക്കുകയായിരുന്നു. KSEB അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ ഗുരുതര വീഴ്ചയ്ക്കെതിരെ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. വർഷാവസാന ദിവസത്തെ തിരക്കും പുതുവർഷാഘോഷവും കണക്കിലെടുത്ത് കൊച്ചി മെട്രോ ട്രെയിൻ, വാട്ടർ മെട്രോ, ഫീഡർ ബസ് എന്നിവ കൂടുതൽ സർവീസ് നടത്തും. പുതുവർഷ ആഘോഷങ്ങളോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിലെ യാത്രാ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ഫീൽഡ് ബസ് എന്നിവയുടെ സർവീസ് സമയം ദീർഘിപ്പിച്ചു. മെട്രോ ട്രെയിനുകൾ ജനുവരി 1 പുലർച്ചെ 1:30 വരെ സർവീസ് നടത്തും. ആലപ്പുഴ, തൃപ്പൂണിത്തറ സ്റ്റേഷനുകളിൽ നിന്ന് 1:30-നും ഇടപ്പള്ളിയിൽ നിന്ന് പുലർച്ചെ 2 മണിക്കുമാകും അവസാനത്തെ ട്രെയിനുകൾ പുറപ്പെടുക. കൂടാതെ ജനുവരി 3 വരെ മെട്രോ സർവീസുകൾ രാത്രി 11 മണി വരെ ലഭ്യമായിരിക്കും. വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ ഡിസംബർ 31-ന് രാത്രി 7 മണിക്ക് സർവീസുകൾ അവസാനിക്കുമെങ്കിലും
പുതുവർഷ പുലരിയിൽ 12 മണി മുതൽ 4 മണി വരെ ഹൈക്കോർട്ട് മട്ടാഞ്ചേരി, ഹൈക്കോർട്ട് വൈപ്പിൻ റൂട്ടുകളിൽ പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. ഇതോടൊപ്പം ബുധനാഴ്ച രാത്രി 12 മുതൽ പുലർച്ചെ 4 വരെ വൈപ്പിൻ ഹൈക്കോർട്ട് റൂട്ടിലും റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന ഹൈക്കോർട്ട് MG റോഡ് സർക്കുലർ റൂട്ടിലും ഇലക്ട്രിക് ഫീഡർ ബസ്സുകൾ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. ഇതോടെ പ്രൈം ടൈം അപ്ഡേറ്റ്സ് അവസാനിച്ചു. ഇന്ന് നടന്ന മുഴുവൻ വാർത്തകളുടെ വിശകലനവുമായി ന്യൂസ് 360 കാണാം.